ഹായ്, വെൽക്കം ടു കമ്മ്യൂണിറ്റി ക്രാക്കർ. എൻ്റെ പേര് വന്ദന. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ എക്സാമുകളിലൊക്കെ വളരെ കൂടുതൽ ചോദിച്ച് കണ്ടുള്ള ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? അതായത് ഇത്രയേ ഉള്ളൂ, കുറേ അധികം കമ്പ്യൂട്ടറുകളെ എന്ത് ചെയ്യുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന വലിയൊരു ശൃംഖലയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത്, അല്ലേ? അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അവരെ കണക്ട് ചെയ്യുന്നത്? ഡേറ്റ അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് കുറേ അധികം കമ്പ്യൂട്ടറുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും, അല്ലേ? അവരെ തമ്മിൽ പരസ്പരം ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് നമുക്കറിയാവുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ? നമുക്ക് കോമൺലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ലാൻ എന്നൊക്കെ പറയുന്നത്, അല്ലേ? അതുകൂടാതെ തന്നെ വേറെ കുറേ നെറ്റ്വർക്കുകളുണ്ട്. നമുക്ക് ഒന്നാമത്തേത് പാൻ ആണ്, PAN, പാൻ. പിന്നെ വരുന്നത് ലാൻ, പിന്നെ മാൻ, ലാസ്റ്റ് വാൻ. ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം. ഏറ്റവും ചെറിയ നെറ്റ്വർക്ക് ഏതാണ്? പാൻ ആണ്. അത് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. ഏറ്റവും ചെറിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പാൻ ആണ്, ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വാനുമാണ്. അപ്പം നമുക്ക് പാൻ എന്താണെന്ന് നോക്കാം. പാൻ എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. എന്താണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്? ഇത്രയേ ഉള്ളൂ. നമ്മുടെ പേഴ്സണൽ ഡിവൈസുകളെ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യിപ്പിക്കാൻ, തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാനായിട്ടാണ് നമ്മൾ പാനിനെ യൂസ് ചെയ്യുന്നത്. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളെ നമ്മൾ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യില്ലേ, അതെന്ന് പറയുന്നത് പാൻ നെറ്റ്വർക്കിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ബ്ലൂടൂത്ത് ഡിവൈസുകൾ, USB, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കുകളാണ്. അപ്പോൾ പേഴ്സണൽ വ്യക്തിഗത ഉപകരണങ്ങളെ നമ്മളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ പാനിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ നമുക്ക് പാനിനെ കുറിച്ച് പറയാനായിട്ട്. എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ബ്ലൂടൂത്ത്, USB, ഇൻഫ്രാറെഡ്. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്നുള്ള രീതിയിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. ബ്ലൂടൂത്ത് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് ലാൻ. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലേ ലാൻ. വീടുകളിലും ഓഫീസുകളിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ലാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ലാനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വീടുകളിൽ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയുക? ലാൻ ആണെന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് മറ്റുള്ള അല്ലെങ്കിൽ പാനിനകത്ത് നമുക്ക് എന്ത് ചെയ്യും, ചെറിയൊരു ദൂരത്തേക്ക് മാത്രമേ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ, അല്ലേ? അതിനേക്കാളും കുറച്ചും കൂടെ ദൂരത്തേക്ക് ഡേറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വളരെ വേഗത്തിലും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലുണ്ട്. വയേർഡും ഉണ്ട്, അതേപോലെ തന്നെ വയർലെസ് കണക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഇഥർനെറ്റ് ഇല്ലേ, അതെന്ന് പറയുന്നത് വയേർഡ് ലാനിന് എക്സാമ്പിളാണ്. വൈഫൈ എന്ന് പറയുന്നത് വയർലെസ് ലാനിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഡിവൈസുകൾ എന്ന് കേട്ടിട്ടില്ലേ? നെറ്റ്വർക്ക് ഉപകരണങ്ങൾ, അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ നമുക്ക് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പല പർപ്പസുകളുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറേ അധികം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരെണ്ണമാണ് സ്വിച്ചുകൾ. സ്വിച്ചുകൾ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ലാനിലാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടി അറിയാം. എന്തിനു വേണ്ടിയിട്ടാണ്? നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ്. നമ്മൾ പറഞ്ഞു ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കുറേ കമ്പ്യൂട്ടറുകളുടെ ഒരു ശൃംഖലയാണെന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ അവരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് സ്വിച്ചുകളെ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തതാണ് മാൻ. മാൻ എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നഗരത്തിനുള്ളിലാണ് നമ്മൾ മാനിനെ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് കുറേ അധികം ലാനുകൾ ഉണ്ടായിരിക്കും, അല്ലേ? അവരെ എല്ലാം കൂടെ കളക്ട് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് വിളിക്കുക? അതിന് നമ്മൾ മാൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മാനിനകത്തൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഏതാണ്? കേബിൾ TV കണക്ഷൻസ് ഒക്കെ എവിടെ വരുന്നതാണ്? മാനിനകത്ത് വരുന്നതാണ്. നഗരങ്ങളിൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? കുറേ അധികം ഡിവൈസുകൾ, നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ് മാൻ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾ ഏതാണ്? നമ്മളൊക്കെ ഒരു കേബിൾ TV കണക്ഷൻ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളവിടെ കൂടുതലും യൂസ് ചെയ്യുന്ന കേബിളുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കേബിൾ ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ് നമ്മൾ
അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എവിടെ മാനിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കേബിളുകൾ ഏതാണ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് വാൻ. വാൻ എന്താണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ഇല്ലേ, ഇൻ്റർനെറ്റ് വാനിനൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അതായത് ഏറ്റവും വലിയ വാൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയുക, ഇൻ്റർനെറ്റ് ആണെന്ന് പറയുക. ഓക്കെ, വിശാലമായ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങൾ ഇവയിലുള്ള അവിടെയുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ, അതായത് ഇൻ്റർനാഷണലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാനായിട്ട് വാനിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമ്മളൊക്കെ ആക്സസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വാൻ എന്ന് പറയുന്നത് സ്പീഡ് കുറവായിരിക്കും അല്ലേ, കുറേ ഏരിയയിലേക്ക് കവർ ചെയ്ത് നിൽക്കുന്നത് കാരണം ഇവിടെ ഡേറ്റ ട്രാൻസ്ഫറിങ് ടൈം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും എടുക്കുന്നത്, വേഗത കുറവായിരിക്കും. അതേപോലെ തന്നെ സെക്യൂരിറ്റിയും കുറവായിരിക്കും. ഡേറ്റ നമുക്ക് സെക്യൂർ ആണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഓക്കെ, അതാണ് വാനിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട 2 പോയിന്റുകൾ. പിന്നെ ഉള്ളത് ഇവിടെ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഏതാണെന്നും കൂടെ മനസ്സിലാക്കുക. ഏതൊക്കെയാണ്, റൂട്ടറുകളും മോഡമും. ഏതൊക്കെയാണ്, റൂട്ടറും മോഡമും. റൂട്ടർ എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ്റർനെറ്റുമായിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, റൂട്ടറുകളെ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറൊരു നെറ്റ്വർക്കിലേക്ക് കണക്ടിവിറ്റി കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ റൂട്ടേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അതേസമയം മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ്, അനലോഗിനെ ഡിജിറ്റൽ ആക്കാനും ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് മോഡം. മോഡം എന്ന് പറഞ്ഞാൽ എന്താ, മോഡുലേറ്റർ ഡീമോഡുലേറ്റർ ആണ് മോഡം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളിത് ഇവിടെ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കുകൾ എക്സാമ്പിളാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇൻ്റർനെറ്റ്, ബാങ്ക് നെറ്റ്വർക്ക്, കോർപ്പറേറ്റ് നെറ്റ്വർക്ക്, ഇതെല്ലാം എന്താണ്, വാനിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കാണ് നോക്കുന്നത്. അതിനകത്ത് പാൻ കഴിഞ്ഞു, ലാൻ കഴിഞ്ഞു, മാനും കഴിഞ്ഞു, ഏറ്റവും ലാസ്റ്റ് ഏതായിരുന്നു, വാൻ ആയിരുന്നു. ഓക്കെ, ഇതിനെല്ലാത്തിനും എക്സാമ്പിളുകളും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, നെറ്റ്വർക്ക് ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി വരുന്നതാണ് നെറ്റ്വർക്ക് ടോപ്പോളജി. എന്താണ് നെറ്റ്വർക്ക് ടോപ്പോളജി? നമ്മൾ പറഞ്ഞില്ലേ, ഒരു നെറ്റ്വർക്കിനകത്ത് കുറേ കമ്പ്യൂട്ടറുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഇവരെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് നെറ്റ്വർക്ക് ടോപ്പോളജി. ഡിവൈസുകളെ നമുക്ക് പല രീതിയിൽ കണക്ട് ചെയ്യാം നെറ്റ്വർക്കിൽ, അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജി അതായത് ഇവിടെ ഇങ്ങനെ ഒരു കേബിൾ ഉണ്ടാവും, ഈ കേബിളിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ കമ്പ്യൂട്ടറുകളെ എല്ലാം കണക്ട് ചെയ്യുന്നു. അപ്പം ഈ തന്നിരിക്കുന്ന ഈ കേബിളിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ കണക്ട് ചെയ്തിരിക്കുന്നില്ലേ ഈ ഒരു ബാക്ക് ബോൺ, ഈ ഒരു ബാക്ക് ബോൺ കേബിളിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റയർ നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നു, തകരാറിലാവുന്നു. അതാണ് ബസ് ടോപ്പോളജിക്കകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതും ഏത് തന്നെയാണ്, ബസ് ടോപ്പോളജിയിൽ ഡിവൈസുകളെ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തതാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻട്രൽ എന്തുണ്ടാവും, ഒരു നെറ്റ്വർക്ക് ഡിവൈസ് കാണും. ഈ നെറ്റ്വർക്ക് ഡിവൈസിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള എല്ലാ കമ്പ്യൂട്ടറുകളെയും അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉപകരണങ്ങളെയും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെൻട്രലൈസ്ഡ് ആയിട്ടായിട്ട് നമുക്ക് എന്തുണ്ടാവും, ഒരു ഉപകരണം ഉണ്ടായിരിക്കും, അതിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റെല്ലാ ഡിവൈസുകളെയും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് തകരാറിലാവണമെങ്കിൽ ആർക്ക് സംഭവിക്കണം, ഹബ്ബ് പോലെയുള്ള അല്ലെങ്കിൽ സ്വിച്ചസ് പോലെയുള്ള ഈ ഡിവൈസുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ എൻ്റയർ നെറ്റ്വർക്ക് തകരാറിലാവുള്ളൂ. അപ്പം സെൻട്രലൈസ്ഡ് ആയിട്ടായിരിക്കുന്ന ഈ ഒരു ഡിവൈസിലായിരിക്കും നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ആ ഒരു സുരക്ഷ ഇരിക്കുന്നത് അല്ലേ. നമുക്ക് തകരാറിലാവാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആ ഒരു ഡിവൈസിനെയാണ്. ഓക്കെ, അടുത്തതാണ് റിംഗ് ടോപ്പോളജി. എന്താണ് റിംഗ് ടോപ്പോളജി? കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, സർക്കിളായിട്ട്, അതായത് സർക്കുലർ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഓരോ ഡിവൈസിൽ നെറ്റ്വർക്കിലെ ഓരോ ഡിവൈസിനെയും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് ഏതെങ്കിലും യൂണി ഡയറക്ഷനിലാണ് കേട്ടോ, ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാത്രമേ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അതിനിടയ്ക്ക് ഈ ഒരു ഡിവൈസ് തകരാറിലായി എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇതുമായിട്ട്
ഈ ഒരു ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് റിംഗ് ടോപ്പോളജിയുടെ ഒരു പ്രശ്നം. ഏതെങ്കിലും ഒരു ഡിവൈസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റയർ നമ്മുടെ ആ ഒരു നെറ്റ്വർക്ക് നമുക്ക് ഡാമേജ്ഡ് ആയി പോകും. അതാണ് റിംഗ് ടോപ്പോളജിക്കകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഡാറ്റ നമുക്ക് യൂണി ഡയറക്ഷനിലായിരിക്കും. അതേപോലെ തന്നെ നെറ്റ്വർക്കിലുള്ള ഏതെങ്കിലും ഡിവൈസ് തകരാറിലായാൽ എൻ്റയർ നെറ്റ്വർക്ക് നമുക്ക് ഡൗൺ ആയി പോകും. അതാണ് റിംഗ് ടോപ്പോളജി. ഇനി വരുന്നതാണ് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതായത് ഓരോ ഡിവൈസും മറ്റെല്ലാ ഡിവൈസുകളുമായും എന്ത് ചെയ്തിരിക്കും, കണക്ട് ചെയ്തിരിക്കും. അതായത് ഒരു പാത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്തിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരുപാട് വഴികളുണ്ട് അതിനകത്തപ്പം ഇതിന് ഈ ഒരു ഡിവൈസിന് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല രീതിയിൽ കണക്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് പാത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒന്നിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേറൊരു പാത്ത് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ കഴിയും, മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുന്നതുമായിരിക്കും ഏത്, മെഷ് ടോപ്പോളജി അല്ലേ. നമുക്ക് ഒരു ഡിവൈസിന് എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് അതിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്തുണ്ട്, വേറെ ഒരുപാട് വഴികൾ ഉണ്ടാവും. ഓക്കെ, അതാണ് മെഷ് ടോപ്പോളജി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നോക്കിയത് എന്തൊക്കെയായിരുന്നു, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഏതൊക്കെയാണെന്ന് നോക്കി. അതേപോലെ തന്നെ ഈ ഡിവൈസുകളെയൊക്കെ ഒരു നെറ്റ്വർക്കിലേക്ക് എങ്ങനെയെല്ലാം കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ടോപ്പോളജീസ് ഏതൊക്കെയാണെന്നും നോക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫേസ് 2 എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 30 ഡേ ടൈം ടേബിൾ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ 10 മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും, പ്ലസ് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട്, നമുക്കതിന് എക്സാമിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ലപോലെ അപ്പിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, താങ്ക് യു.